എനിക്കിങ്ങനെ റീസെൻ്റായിട്ട് കിട്ടിയൊരു ചോദ്യമായിരുന്നു. ലൈക്ക് ഈ മറ്റ് ഡയമെൻഷനുകളുണ്ടോ? എന്താണ് ഈ മറ്റ് ഡയമെൻഷനുകളെന്നൊക്കെ പറയുന്നത്? നമ്മുടെ പുരാണങ്ങളിലൊന്നും എന്തുകൊണ്ടാണ് ഈ മറ്റ് ഡയമെൻഷനുകളെ പറ്റി പറയാത്തതെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി മറ്റ് ഡയമെൻഷനുകൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പോഴും പണ്ടും അതിനെപ്പറ്റി മെൻഷനിങ് ഉണ്ടായതായിട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പണ്ട് ഈ ദേവലോകം, മറ്റ് ലോകങ്ങൾ, ഇത്തരം ഈ ആൾട്ടർനേറ്റ് റിയാലിറ്റികളെ പറ്റി ദേവലോകങ്ങളാണ്, അല്ലെങ്കിൽ മറ്റൊരു പ്ലെയിൻ ഓഫ് ലോകം, അതായത് എല്ലാത്തിനെയും ലോകങ്ങളായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ദേവലോകം എന്നൊരു എക്സാമ്പിളാണ്. ഇതുപോലെ പല പല ലോകങ്ങളെ പറ്റി ഇങ്ങനെ പണ്ടത്തെ കാലത്ത് പറയുമായിരുന്നു. രമണ മഹർഷി തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. അതായത് പളനിസ്വാമി എന്ന് പറയുന്നത് രമണ മഹർഷിയുടെ ആദ്യകാലത്തെ ശിഷ്യന്മാരിലുള്ള ആളാണ്. അദ്ദേഹത്തിൽ പ്രായമുള്ള ആളായിരുന്നു. എനിക്ക് രമണ മഹർഷിയുടെ ആദ്യത്തെ അറ്റൻഡറായിട്ട് വന്ന അദ്ദേഹമാണ്. അദ്ദേഹം ഈ തിരുവണ്ണാമലയിൽ ഒരു പ്ലേഗ് ബാധിച്ച കാലഘട്ടത്തിൽ ആ പ്ലേഗ് ബാധിച്ച് മരണപ്പെട്ടു പോയ വ്യക്തിയാണ്. അപ്പോൾ പളനിസ്വാമി മരിക്കുമെന്ന് രമണ മഹർഷിക്ക് ഉറപ്പായ സമയത്ത് അദ്ദേഹത്തിൻ്റെ നെറ്റിയിലും നെഞ്ചിലും കൈവച്ച്, അതായത് ഹാർട്ട് സെൻറ്ററിലും കൈവച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സെൽഫിനെ, അതായത് ഞാനെന്ന് പറയുന്ന ഭാവത്തിനെ ഹൃദയത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് ഓഫ് ബിഗിനിങ് ഓഫ് ഐ എന്ന് പറയുന്ന ആ ഒരു സോഴ്സിലേക്ക് കൊണ്ടുപോയി സബ്സൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞ കഥയാണ്. അപ്പം അങ്ങനെ സബ്സൈഡ് ചെയ്ത സമയത്ത് അതാ ഹൃദയമധ്യത്തിലേക്ക് പോയി അലിഞ്ഞു ചേർന്നു എന്നാണ് രമണ മഹർഷി വിചാരിച്ചത്. അതുകൊണ്ട് അദ്ദേഹം അതിനു മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ നിന്നും നെഞ്ചിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് കൈയെടുത്തു. ഈ കൈയെടുത്ത മൊമെൻറ്റിൽ വീണ്ടും ആ ഞാൻ റൈസ് ചെയ്ത് വന്നെന്നും, പക്ഷേ അപ്പോഴേക്കും അത് പളനിസ്വാമി മരണപ്പെടുകയും ഇത് മറ്റൊരു ദേവലോകത്തേക്ക്, മറ്റൊരു പ്ലെയിനിലേക്ക് ഈ ഞാൻ പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹം 2 തവണ കൂടി ഈ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അടുത്തും, പിന്നെ ലക്ഷ്മി എന്ന് പറയുന്ന പശുവിൻ്റെ അടുത്തും. ഈ 2 പേരുടെയും ഞാൻ പൂർണ്ണമായും ഹൃദയമധ്യത്തിൽ സബ്സൈഡ് ആയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ അദ്ദേഹം പിന്നെ കൈയെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിവേ പളനിസ്വാമി അപ്പോൾ എങ്ങോട്ടാണ് പോയത്, അല്ലെങ്കിൽ പളനിസ്വാമിയുടെ ഉള്ളിലെ ഈഗോ, ഞാനെന്ന് പറയുന്ന ഫീലിംഗ് എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതൊരു ദേവലോകത്തേക്ക് പോയെന്നാണ്. അതായത് നമ്മുടെ കോൺഷ്യസ്നസ് എത്രത്തോളം ക്ലിയർ ആകുന്നോ അതിനനുസരിച്ച് മറ്റ് പ്ലെയിനുകളിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫിലേക്ക് നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻ്റർ ഡയമെൻഷനുകളിലേക്ക് നമ്മൾ പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആത്മവിചാര പ്രാക്ടീസിൻ്റെ ഒരു പ്രധാന ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഒരു പ്രധാന ശക്തി എന്ന് പറയുന്നത്, നമ്മൾ എത്രത്തോളം ചെയ്തുകൊണ്ടിരിക്കും അത്രത്തോളം നമ്മുടെ കർമ്മകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. എത്രത്തോളം നമ്മുടെ ഞാനെന്ന് പറയുന്ന ഭാവം അത് ഹൃദയത്തിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം അത് ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയാം. അതായത് എത്രത്തോളം അത് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുക, അത്രത്തോളം അതിലെ കർമ്മങ്ങൾ ഒഴുകി, അല്ലെങ്കിൽ പാപങ്ങൾ ഒഴുകി തീർന്നു എന്നൊക്കെ പറയാം. ഒരു ക്രിസ്ത്യൻ വ്യൂ പോയിന്റിലൊക്കെ പറഞ്ഞ് പാപങ്ങൾ കഴുകിപ്പോയി എന്നൊക്കെ പറയും. അപ്പോൾ രമണ മഹർഷിയുടെ ഒരു ശക്തി കൊണ്ട് പളനിസ്വാമിയുടെ ഞാൻ ഹൃദയമധ്യത്തിലേക്ക് പോയപ്പോൾ ഒരുപാട് ജന്മങ്ങളിലെ കർമ്മം അദ്ദേഹത്തിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് തന്നെ അത് പിന്നെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഒരിക്കലും പഴയ പോലെ ആയില്ല. അത് മറ്റൊരു ബെറ്റർ ഡയമെൻഷനിലേക്ക് പോയി. ഡെഫിനറ്റ്ലി ഹി വിൽ ബി ഹാവിങ് എ ബെറ്റർ ലൈഫ് ഇൻ ദ ദേവലോകം എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ, അതുകൊണ്ട് തന്നെ ഈ മറ്റ് ഡയമെൻഷനുകളെ പറ്റി, മറ്റ് ലോകങ്ങളെ പറ്റി, മറ്റ് റിയാലിറ്റികളെ പറ്റി, മറ്റ് മൾട്ടിവേഴ്സുകളെ പറ്റി എല്ലാ കാലത്തും സംസാരം ഉണ്ടാകും. നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ കാക്കാഭൂഷണിയുടെ കഥയൊക്കെ വായിച്ചവർക്കറിയാം. ഇപ്പോൾ രമണ മഹർഷിയാണ് ഏറ്റവും റീസെൻ്റായിട്ട് ഏറ്റവും വാലിഡേറ്റ് ചെയ്ത് പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരാൾ. സോ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൃത്യമായ ആത്മവിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആത്മവിചാരം തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ സെൽഫിനെ, ഈഗോയെ സബ്സൈഡ് ചെയ്യുന്ന ഏത് ആക്ടിവിറ്റിയാണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ ഈ ജന്മത്തിൽ തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലെങ്കിലും യു ആർ ഗോയിങ് ടു എ ബെറ്റർ പ്ലേസ് എന്ന് പറയാം. ഓക്കെ, താങ്ക് യു.